കർണാടകയിൽ വീണ്ടും ട്വിസ്റ്റ്. രാമലിംഗ റെഡ്ഡി മന്ത്രിയായി തുടരും. രാജി പിൻവലിച്ചെന്ന് AICC ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല അറിയിച്ചു. രാമലിംഗ റെഡ്ഡി പാർട്ടിയുടെ സ്വത്തെന്നും രൺദീപ് സുർജേവാല പറഞ്ഞു. ആദ്യം ആ വാക്കുകളിലേക്ക്. Just say Ramalinga Reddy ji is an asset of the Congress party. His experience and wisdom is extremely valuable to the party. Shri D.K. Shivkumar, Shri B.K. Hari Prasad, Shri Siddharamaiah and myself, we all spoke to him that he has withdrawn his resignation. There was some misunderstanding. He shall continue to work as a loyal soldier and minister of the party. ബംഗളൂരുവിൽ നിന്ന് സജു ചാമക്കാലയിൽ വിവരങ്ങളുമായി ചേരുകയാണ്. സജു, സർക്കാർ ഉണ്ടായി രണ്ടാം ദിവസം ഉണ്ടായ രാജി അത് വലിയ രീതിയിൽ പ്രതിസന്ധിയായിരുന്നു. ഇപ്പോഴെങ്ങനെയാണ് ഈ അനുനയം സംഭവിച്ചത്? ഇന്നലെ രാവിലെ ആയിരുന്നു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന രാമലിംഗ റെഡ്ഡി രാജിവെച്ചത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മുൻകൂട്ടി ആവശ്യപ്പെട്ടത് ബംഗളൂരു നഗരവികസനമായിരുന്നു. പക്ഷേ അത് മറ്റൊരാൾക്ക് നൽകി. അദ്ദേഹത്തിന് അത് നൽകാത്തതിന്മേലാണ് അദ്ദേഹം ഇന്നലെ രാജിവെച്ചത്. ഒടുവിൽ കൃഷ്ണബൈര ഗൌഡയുടെ വകുപ്പ് വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടെങ്കിൽ പോലും അത് നൽകണ്ട എന്നുള്ള നിലപാടാണ് ഹൈക്കമാൻഡ് ഇന്നലെ തന്നെ സ്വീകരിച്ചത്. അദ്ദേഹവുമായി ചർച്ച നടത്താനായിരുന്നു രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും D.K. ശിവകുമാറിനും അതോടൊപ്പം തന്നെ രൺദീപ് സിംഗ് സുർജേവാലയ്ക്കും ഇന്നലെ നൽകിയ നിർദ്ദേശം. അതനുസരിച്ച് ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം വഴങ്ങാൻ തയ്യാറായില്ലെങ്കിൽ രാജി സ്വീകരിക്കുക എന്നുള്ള നിർദ്ദേശമാണ് അവസാന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി മുൻപോട്ട് വെച്ചത്. എന്നാൽ ഇപ്പോൾ രൺദീപ് സിംഗ് സുർജേവാല അല്പസമയം മുൻപാണ് 4 മണിക്കായിരുന്നു വിധാൻ സൗദയിൽ വാർത്താ സമ്മേളനം വെച്ചത്. അതിൽ അദ്ദേഹം വ്യക്തമാക്കിയത് ചില സാങ്കേതികത്വങ്ങളുടെ പേരിലാണ് അദ്ദേഹം ഇന്നലെ രാജിവെച്ചത്. അതൊക്കെ ഇപ്പോൾ പരിഹരിച്ചിരിക്കുന്നത്. വ്യക്തമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളൊക്കെയും അംഗീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമെന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിന് നൽകിയാണ് ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് രാജി പിൻവലിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ രാജിവെച്ച ഉടൻ തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കി അദ്ദേഹവുമായി സംസാരിക്കും. അദ്ദേഹം പാർട്ടിയുടെ സ്വത്താണ്, സീനിയർ നേതാവാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം സംസാരിക്കുമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. രാജ്യ ചില തെറ്റിദ്ധാരണകളുടെ ഭാഗമായിട്ടുണ്ടായതാണ്, അത് അദ്ദേഹം പിൻവലിച്ചു. അദ്ദേഹം മന്ത്രിസഭയുടെ ഭാഗമാകുന്നതാണ് ഇപ്പോൾ സംസ്ഥാനത്തിന് ചുമതലയുള്ള രൺദീപ് സിംഗ് സുർജേവാല ഏറ്റവും ഒടുവിലായി മാധ്യമങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത്. പക്ഷേ വിഷയവുമായി ബന്ധപ്പെട്ട് രാമലിംഗ റെഡ്ഡി ഇതുവരെയും യാതൊരു കാര്യത്തിലും പ്രതികരണം നടത്തിയിട്ടില്ല. ശരി സജ്ജു, എന്തായാലും കർണാടക കോൺഗ്രസിലെ പ്രതിസന്ധിക്ക് താൽക്കാലികമായൊരു പരിഹാരമുണ്ടായിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.